ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആക്ഷൻ പടങ്ങളായിരിക്കും ഓർമ്മ വരിക. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ ചിത്രങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. തലസ്ഥാനം, കമ്മീഷൻ, അതുപോലെ പ്രജ. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടൊരു കോമഡി പടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജി പണിക്കറെ ഫസ്റ്റ് പടം തന്നെ ഒരു കോമഡി പടമാണ്. അത് ഷാജി കൈലാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. രഞ്ജി പണിക്കറാണ് തിരക്കഥ, സംഭാഷണം. അതുപോലെ തന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ. നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ പടം ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് പടം എന്ന് ചിലപ്പോൾ പലരും ചിന്തിക്കാം. ഈ പടത്തിൻ്റെ പേര് പറയുമ്പോൾ എല്ലാവരും കുറേ, കാരണം കേരളത്തിൽ ഏകദേശം ഭൂരിപക്ഷം ആൾക്കാരും കണ്ട് ചിരിച്ച പടമായിരിക്കും അത്. നാടിൻ്റെ പേരും ഇങ്ങനെ ഭയങ്കര എല്ലാവരും എപ്പോഴും പറയാറുള്ള പേരുകളൊക്കെയാണ്. പോക്കണംകോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെക്കുറിച്ചാണ് ഇതിൻ്റെ കഥ വരുന്നത്. അല്ല, അതിൽ ഇനിയിപ്പം മറ്റുള്ള ആര് ഇപ്പം സിനിമയുടെ പേരിപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ UDC എന്ന് പറഞ്ഞാൽ ആ പേര് എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ അതെ. ഡോക്ടർ പശുപതി. അതെ. രഞ്ജി പണിക്കരുടെ ഫസ്റ്റ് പടമാണ് പശുപതി. അതുപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ മൂന്നാമത്തെ പടം. പശുപതി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഇന്നസെൻ്റ് ആണ്. മുൻനിര നായകന്മാരൊന്നും ഇല്ലാത്തൊരു പടമാണ്. അതെ. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത വെച്ചാൽ ഋഷഭാവയാണ് ഇതിലെ നായകൻ. പക്ഷേ വില്ലനായ ഇന്നസെന്റിനെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഋഷഭാവന്റെ ഫസ്റ്റ് പടം കൂടിയാണ്. അതെ അതെ. നായികയായിട്ട് പാർവതിയാണ് വരുന്നത്. നെടുമുടി വേണു, KPSC ലളിത, ജഗതി, മാമുക്കോയ. അതിന്റെ ഏകദേശം ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണൻ നായർ അവിടുത്തെ പോക്കണംകോടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഉൽപ്പലാക്ഷൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവായിട്ട് പുതുവട്ടം പപ്പു വരുന്നു. പപ്പു ഒരു വിക്കനായ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിന് വേണ്ടി സംസാരിക്കുന്നത് ജഗതിയാണ്. നാണപ്പൻ എന്ന ജഗതിയാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി എപ്പോഴും സംസാരിക്കുക. അവിടെ ക്ഷീരവികസനം ആണ് ആ പഞ്ചായത്തിന്റെ അജണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ജഗദീഷ് വരുന്നത്. അതായത് ഒരു സൊസൈറ്റി ബാലൻ എന്ന കഥാപാത്രമാണ്. ക്ഷീരവികസന പാൽ സൊസൈറ്റി ഉണ്ടാക്കുക, അതിന്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ് ജഗദീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ സൊസൈറ്റി ബാലനുള്ള ഇവരെ പേരുകളൊക്കെ അങ്ങനത്തെ ഒരു പേരുകളാണ്, പഴയ നാട്ടിൻപുറത്തെ കുറെ പേരുകളൊക്കെ അല്ല. പിന്നെ 2 പോലീസുകാരുണ്ട്. അവരും ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും മറ്റേ പോലീസ് വേഷമാണെങ്കിലും മറ്റേ നിക്കറാണ് അവർക്ക്, പാൻറില്ല. ആ പാൻറിൽ വെച്ചാൽ ഒരാൾ നല്ല തടിയിലെ ആളാണ്. അപ്പോൾ പാൻറിന്റെ യൂണിഫോം കൊടുത്ത് പ്രശ്നം കൊണ്ട് അവർ ട്രൗസർ ആക്കിയതാണ്. അത് ഒരാൾക്ക് ട്രൗസറും ഷർട്ടും അടിക്കുമ്പോൾ ഒരാൾക്ക് 2 യൂണിഫോം അടിക്കാനുള്ള തുണിയാണ് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് പിന്നെ ഒരു ട്രൗസറും ഒരു ഷർട്ട് അടിക്കുമ്പോൾ തന്നെ മറ്റേ ആൾക്ക് ഒരു ട്രൗസറും ഷർട്ട് അടിക്കാനുള്ള തുണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അത്രയും തടിയിലെ ഒരാളാണ്. അങ്ങനെ അതിൽ അത് തന്നെ പറഞ്ഞു. അത് മാത്രമല്ല, എനിക്കൊന്ന് സോമനാണ് ഇത് ആദ്യം തന്നെ നരേറ്റീവ് ചെയ്തിരിക്കുന്നത്. ഈ നാട്ടിലേക്ക് മൃഗാശുപത്രിയിലേക്ക് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഇവര് പ്രതിപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. തിങ്കളാഴ്ചക്കുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുമെന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ നായർ പ്രസിഡന്റായിട്ടുള്ള, അതായത് നെടുമുടി വേണു അതാ വിളിച്ചത്, ഉണ്ണിക്കണ്ണൻ നായരെ സിൽബന്തി ആയിട്ടുള്ള പറവൂർ ഭാരതൻ അവതരിപ്പിക്കുന്ന കുറുപ്പ്, അയാളൊരു പിന്നെ ഇന്നസെന്റിനെ പോയി കാണാൻ പോകുന്ന ഇന്നസെന്റ് ഭൈരവൻ കഥാപാത്രം. അപ്പോൾ ഇന്നസെന്റിനെ ഇവിടെ മൃഗ ഡോക്ടറായിട്ട് കൊണ്ടുവരാനുള്ളൊരു വരികയാണ്. 2 പേർക്കും ഒരേ മീൻസ്, അതായത് ഇവിടുന്ന് കുറച്ച് ക്യാഷ് അടിച്ചെടുക്കാം. അപ്പോൾ പറവൂർ ഭാരതനും അതുപോലെ ഇന്നസെന്റിനും അത് പങ്കിട്ടെടുക്കാം. അതായിരുന്നു അതിലെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഡോക്ടർ പശുപതിയായിട്ട് നാട്ടിലേക്ക് ഇന്നസെന്റ് വരുന്നതാണ് എൻ്റെ ഒരു ത്രെഡ്. അതെ, ആ നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത്. ഈ അമ്മുക്കുട്ടിയും പപ്പനും തമ്മിലുള്ള പ്രണയം, അതിലും ഉണ്ട്. പ്രണയം ഉണ്ടാവുന്ന വെച്ചാൽ ഈ പപ്പന്റെ അമ്മാവനാണ് നെടുമുടി വേണു. പക്ഷെ ഈ ഇതില് മുത്തശ്ശനും വേർപെട്ട് ഇരുന്നുണ്ട്. മുത്തശ്ശി കഥാപാത്രമാണ്. ഫിലോമിന ഈ പ്രസിഡന്റിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ മുത്തശ്ശി അതുപോലെ തിക്കുറിശി താമസിക്കുന്നത് നമ്മുടെ ഋഷഭാവന്റെ വീട്ടിലാണ്. അവര് തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവരുടെ പ്രണയവും അതിൽ വരുന്നത്. എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു സാധനം അതിൽ UDC എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം മലയാള ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് UDC. മലയാള സിനിമയിൽ എക്കാലത്തെയും ഒരു വനിതാ കോമഡി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം കൂടി എത്തുന്നത് UDC ആണ്. അതിൽ വേഷവിധാനം, അതിപ്പോ മഞ്ഞ സാരി ആണെങ്കിൽ കന്നഡ, അതെ, മഞ്ഞ സാരി ആണെങ്കിൽ മഞ്ഞക്കൊട, പച്ച സാരി ആണെങ്കിൽ പച്ചക്കൊട, അങ്ങനെ പൊട്ടുകൾ എല്ലാം ഏകദേശം അവിടെ ആ സമയത്ത്. ഇപ്പൊ നമ്മൾ പറയാം, പണ്ട് സുകുമാരനൊക്കെ സൊസൈറ്റി ലേഡി എന്നൊക്കെ ആ സമയത്ത് അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഏകദേശം അങ്ങനെ ഒരു സൊസൈറ്റി ലേഡി എന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥയായ UDC. പിന്നെ UDCയും
സൊസൈറ്റി ബാലനുമായുള്ള രംഗങ്ങളും രസകരമായ കുറെ രംഗങ്ങളുണ്ട്. അതിൽ കോമഡി സൊസൈറ്റി ബാലന്റെ അച്ഛനും യൂഡീസിന്റെ പിന്നാലെ നടക്കുന്നു. രജിസ്റ്റർ ഓഫീസിലെ സീനുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ നല്ല രസം. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി പറവൂർ ഭരതൻ, അതായത് ജഗദീഷിന്റെ അച്ഛനായിട്ട് അവതരിപ്പിക്കുന്ന ആള് യൂഡീസിനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. അപ്പോഴോ മറ്റേ സാക്ഷി എന്ന നിലയിലാണ് ഒപ്പിടേണ്ടി വരിക. അപ്പോൾ മൊഗനായിട്ടിലെ കല്യാണ അവസാനം നടത്തി കൊടുക്കുന്നു. അത് നല്ലൊരു ആ മൊമെന്റ് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. നായകനായി റിസബാബയാണെങ്കിലും വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ അദ്ദേഹം ഉള്ളൂ. അതെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതായത് റിസബാബ അതുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം കുറെ കാലത്തിന് ശേഷം ഇവര് അതായത് പുറത്തേക്ക് പോകുന്ന സമയത്തൊന്നും ഇല്ല. പിന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രമാണ്. പിന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രമാണ്. ഇന്നസെന്റിന്റെ കുറെ രസകരമായ സംഭവങ്ങളുണ്ട്. പശുവിനെ കൊണ്ടുവന്നിട്ടുള്ള സീനുകളൊക്കെ ഉണ്ടല്ലോ. അതില് പിന്നെ എടുത്തിട്ട് കഴിച്ചിട്ടില്ല. ഏറ്റവും വലിയ കോമഡി സീൻ എന്ന് വെച്ചാൽ ഇതാണ്. മറ്റേ 7 ദിവസമായിട്ട് എൻ്റെ പശു ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുക 7 ദിവസമായിട്ട് നീ ഒന്നും കൊടുക്കാറുണ്ടോ? ഇല്ല. ഓ അതുകൊണ്ടാണല്ലേ. അപ്പോൾ മറ്റേ മരുന്ന് കാടിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു സീനും കൂടെ ഉണ്ട്. രാവിലെ ഇത് കൊടുക്കുക, ഉച്ചയ്ക്ക് ഇത് കൊടുക്കുക, വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തേക്ക്. നമ്മളിപ്പോൾ പറയുമ്പോൾ അത്രത്തോളം അത് ഫീൽ ആവുന്നില്ല. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോമഡി ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറേ സീനുകൾ. പക്ഷെ എന്ന് വെച്ചിട്ട് ആ പടം വമ്പൻ നല്ല ഒരു കോമഡി പടമാണെന്നും പറയാനില്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ഒരു ചിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ മാമുക്കോയുടെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. ഗസ്റ്റ് റോൾ അല്ല, ഏകദേശം ഇന്റർവ്യൂവിന് ശേഷം കുറച്ചുണ്ട്. പോലീസുകാരുടെ കൂടെ വരുന്നു. ഇന്നസെന്റ് പുറകിലൂടെ ഓടാൻ നിൽക്കുന്നത്. അതല്ല ശരിക്കും മാമുക്കോയെ പറഞ്ഞിട്ടില്ല. കാരണം മാമുക്കോയൊക്കെ അറിയാം പോലീസ് എടുത്ത് കണ്ടാൽ ഈ ചെങ്ങായി ബാക്കിലേക്ക് ഓടുന്നത്. കാരണം മാമുക്കോയ്ക്ക് ഈ ചെങ്ങനെ അറിയാലോ. അപ്പൊ മാമുക്കോയെ പറഞ്ഞിട്ടാണ് പോലീസുകാർ നേരെ അപ്പുറത്തേക്ക് വരുന്നത്. അമ്മാവൻ എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത്. വിജയരാഘവനുണ്ട് പോലീസ്. വിജയരാഘവൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഇതൊരു ഭയങ്കര കോമഡി പടമാണെന്ന് പറയുമ്പോഴും ഇപ്പം ഇന്നസെന്റ് ഇപ്പം എനക്കൊന്ന് മലയാളത്തിൽ അധികം ഒന്നും അങ്ങനെ ആന്റി ഹീറോനെ ഭയങ്കര ഹീറോ ആയിട്ട് ചിത്രീകരിച്ച പടങ്ങളില്ല. ശരിക്ക് ഇന്നസെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഡോക്ടർ പശുപതി ആരുടെ സിനിമയാണെന്ന് വെച്ചാൽ ഇന്നസെന്റിന്റെ പടം എന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഇന്നസെന്റ് എന്ന് വെച്ചാൽ അതിൽ ഒരു വില്ലനാണ്. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, വില്ലൻ എപ്പോഴും വിജയിക്കുന്ന ഒരു, പഴയ കാലത്തല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ല നായകനാണ് വിജയിക്കേണ്ടത്. പക്ഷെ ഇതിൽ വിജയിക്കുന്ന നായകനാണ്. ഇത് മുഴുവൻ നീള വില്ലന്റെ ഇത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ അതിൽ പറയുന്നത് മൊത്തത്തിൽ കോമഡി തലത്തിലാണ്. ഒരു രാഷ്ട്രീയ പ്രാധാന്യമാണെങ്കിലും എല്ലാം ആക്ഷേപഹാസ്യ പോലത്തെ രീതിയിലാണ്. പക്ഷെ ഇതെല്ലാം കോമഡിയാണ്. അത് ഇന്നസെന്റിനെ ഇപ്പോൾ നമ്മൾ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇതിലൊരു പടം കാണുവാണെങ്കിൽ മാമുക്കോയും ഇന്നസെന്റും ഒരു നിഷ്കളങ്കനായ വില്ലനാണ്. പക്ഷെ ശരിക്കും നിഷ്കളങ്കനല്ല. അതിൽ ക്ലൈമാക്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇന്നസെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ക്രൂരനായ വില്ലനായി. അതായത് അയാളുടെ പിന്നെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഇന്നസെന്റിന്റെ ക്യാരക്ടർ. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതായത് ഉറ്റ സുഹൃത്തിന്, അതായത് മാമുക്കോയെ കൊല്ലാൻ വരെ തയ്യാറാണെന്ന് പറയുന്ന ആളാണ് ഇന്നസെന്റ്. അത് മാത്രമല്ല മാമുക്കോയെ മാമുക്കോയെ ഞാൻ പോവാണ് നിന്റെ നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞ് മാമുക്കോയെ എന്താ ചെയ്യുന്നത്? ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ എല്ലാ ഗോൾഡും കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ വെച്ചാൽ ഒരു കോമഡി ഇതാണെങ്കിലും അതിൽ വില്ലൻ തന്നെയാണ്. പക്ഷെ വില്ലൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന എനിക്കൊന്നും മലയാളത്തിൽ അങ്ങനത്തെ ഒരു പടം ഉണ്ടാവില്ല. ആ ഒരു പടമാണ് ഈ പശുപതി പറയുന്നത്. പിന്നെ ഇതുപോലെ കഥാപാത്രങ്ങളിലുള്ളത് KPS മീന, അമ്മയായിട്ട് വരുന്ന സാധാരണ കുറെ സിനിമകളിലൊക്കെ തന്റേടിയായ അമ്മയായിട്ടാണ്. ഇതില് ഏട്ടൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന മകനെ ഏട്ടനെതിരെ ഒന്നും ചെയ്യരുതെന്ന് പിന്തിരിപ്പിക്കുന്ന ഒരാളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറെ ആക്ഷേപഹാസ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പശുപതിനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഡോക്ടർ പശുവിനെ സ്വീകരിക്കുന്ന ഒരു ഉണ്ട്. ആ സ്റ്റേജിൽ മറ്റേ UDC മറ്റേ പാട്ട് പാടുന്നത്, ആ പാട്ടൊക്കെ വമ്പ ഹിറ്റാണ്. പക്ഷെ ആ സമയത്ത് പാട്ടൊക്കെ പാടുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കൾ, അതായത് പപ്പു ആയാലും ജഗതി ആയാലും ഭയങ്കര കൂവലും വിളിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇതാക്കുന്ന സമയത്ത് ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട് ആരെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെടുമുടി വീണ് പറയുന്നത് അത് ഇവിടുത്തെ രാജ്യദ്രോഹികളാണെന്ന്. അതായത് ഇപ്പോഴത്തെ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ ഇപ്പം ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാവുന്നൊരു സമയമുണ്ട്. അതൊക്കെ പണ്ടേ രഞ്ജി പണിക്കർ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ സിനിമേൻ്റെ ഒരു രഞ്ജി പണിക്കർ ഈ സിനിമയിലേക്ക് വരുന്നതിൻ്റെ ഒരു കഥ കൂടെ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ദി ന്യൂസ്, അതേപോലെ തന്നെ അടുത്ത് വേറെ സൺഡേ 7 PM, അതാണ് പിന്നെ ആദ്യമായിട്ട് ഷാജി കൈലാസ് ചെയ്ത സിനിമ.
അപ്പോൾ സിനിമ ചെയ്ത് രണ്ടും അങ്ങനെ വൻ വിജയമൊന്നും ആയിരുന്നില്ല. ഏകദേശം എനിക്ക് ആ പണി പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് രഞ്ജി പണിക്കർ ഷാജി കൈലാസിന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് നീ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വാ നമുക്ക് സിനിമ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പശുപതി ഉണ്ടാവുന്നത്. അപ്പം അതിനുശേഷമാണ് രഞ്ജി പണിക്കർ ഫസ്റ്റ് പടം ഇതാണ്. അങ്ങനെ രഞ്ജി പണിക്കർ സിനിമയിലേക്ക് വരുന്നത്. മുമ്പ് രഞ്ജി പണിക്കർ ഇവിടെ എഴുതിയത് ഒന്നായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷാജി കൈലാസ് എൻ്റെ പണി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഷാജി കൈലാസിന് ബ്രേക്കായ ഒരു പടമാണ് പശുപതി. അതിനുശേഷം ഒരു 3-4 കോമഡി പടം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിജയിച്ചിട്ടുമില്ല. ഏകലവ്യന് ശേഷമാണ് അവർ ആക്ഷൻ പടങ്ങൾ കൂടുതലായി ചെയ്യാൻ തുടങ്ങി. അതെ. അല്ല, അതിന് ശേഷം ഈ പശുപതിക്ക് ശേഷം സൗഹൃദം, കിളിക്കാമ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. അതിന് ശേഷമാണ് പിന്നെ തലസ്ഥാനം വരുന്നത്. 1992 തലസ്ഥാനം വരുന്നു. പിന്നെ നീലക്കുറുക്കൻ 1992 വരുന്നു. നീലക്കുറുക്കൻ അങ്ങനെ വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത പടമായിരുന്നു. നീലക്കുറുക്കനാണ് മറ്റേ ആ ഒരു പാട്ട് വരുന്നത്, ആ കുട്ടിയുടെ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, ഷാമിലി, ബേബി ഷാമിലിയൊക്കെ അഭിനയിച്ചൊരു പാട്ട് വരുന്നുണ്ട്. പിന്നെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് 1993. പിന്നെയാണ് ഏകലവ്യൻ, മാഫിയ, കമ്മീഷർ, രുദ്രാക്ഷം, പിന്നെയാണ് ഒരു ആക്ഷൻ ഇതിലേക്ക് ഷാജി കൈലാസ് മാറുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഷാജി കൈലാസിൻ്റെ ഒരു പിന്നെ ക്യാമറ വർക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഫോക്കസ് അത് ഇതൊക്കെ ആണ് നമ്മൾ ഓർമ്മ വരുന്നത് അതാണ്. പക്ഷേ പശുപതിയിൽ നോക്കുക അങ്ങനത്തെ ഒരു സാധനമില്ല. ആ ഒരു കാലഘട്ടത്തിലൊരു സിനിമയായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോ ബഡ്ജറ്റ് കോമഡി പടങ്ങളാണ് വിജയിച്ചു കൊണ്ടിരുന്ന പടങ്ങളാണ്. ആ പടങ്ങൾ അതേ രീതിയിലാണ് ഷാജി കൈലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ എപ്പോഴൊക്കെയാണ് മാറുന്നത്, പക്ഷേ അത്ര ഭയങ്കര സക്സസ് അല്ല. ഷാജി കൈലാസിന് ബ്രേക്കായ പടമാണ്. ഇനി ഇത് പടം കിട്ടിയ ചിലപ്പോൾ ഷാജി കൈലാസ് ചിലപ്പം പിന്നെ പടം എടുക്കുമെന്നില്ല, പറയാൻ പറ്റില്ല. പഴയൊരു ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് 2 പടം അധികം വിജയിക്കാത്തതുകൊണ്ട് എൻ്റെ പറ്റിയ പണിയല്ല ഇത് എന്ന് പറഞ്ഞ് മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പടം വരുന്നതെന്നല്ല. ഇപ്പം ഡോക്ടർ പശുപതി വന്നിട്ടില്ലെങ്കിൽ ബാക്കി പടങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതും പറയാൻ പറ്റില്ലല്ലോ. പിന്നുള്ളത് റസാബാബയുടെ ഇതേ വർഷം തന്നെ ഇറങ്ങിയ പടമാണ് ഇന്ന് ഹരിഹർ നഗർ. രണ്ടും വ്യത്യസ്തമായ ഭയങ്കര ഐക്കോണിക് വില്ലൻ കഥാപാത്രം എന്ന് പറയപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ജോൺ ഹോനായി. ഇത് രണ്ടും ഒരേ വർഷം തന്നെ ഇറങ്ങിയ പടങ്ങളാണ്. നല്ലൊരു വില്ലനായിരുന്നു. നായകനായി വന്നെങ്കിലും പിന്നെ പുള്ളി കൂടുതലും ശോഭിച്ചത് വില്ലൻ കഥാപാത്രങ്ങൾ. ഇനിയിപ്പോ നായകനായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നായകനായിട്ട് അംഗീകരിച്ചു എന്നുള്ള പ്രശ്നമാണ്. ഈ സിനിമ കണ്ടാൽ ആരും അങ്ങനെ ഋഷഭാവിയാണ് നായകൻ എന്നൊന്നും ആരും പറയില്ല. ഇതിലെ നായകൻ ഇന്നസെന്റ് തന്നെയാണ്. പക്ഷെ ഇന്നസെന്റ് അത്രയും ക്രൂരനാണെങ്കിലും അതിൽ വില്ലനായിട്ട് ചിത്രീകരിക്കുമ്പോഴും വളരെ നിഷ്കളങ്കനായ, അവസാനം പറയാനില്ല ജീവിക്കാനുള്ള ഒരു മോഹം തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറിയത് എന്ന് പറയുന്നത്. അത് അവസാനം ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന പോലത്തെയാണ്. പക്ഷെ മനസ്സിൽ ഏറ്റവും ക്രൂരനായ ഒരു വില്ലൻ തന്നെയാണ് ഇന്നസെന്റ്. ഡോക്ടർ പശുപതി നമുക്ക് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമകളൊക്കെ കാണുന്ന പോലെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതെ.